ശക്തിയോടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രാരംഭ മിനിറ്റുകളില് ഈ സൂം മീറ്റിംഗിനകത്ത്, ഈ സൂമിനകത്ത് കർത്താവ് തുറക്കുവാൻ ആത്മാവിൽ എല്ലാവരും ഓ യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഈ ജനത്തിന്റെ മേൽ വാഴ്ചത്തങ്ങൾ തുറന്നു വരട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ. ഈ ജനത്തിന്റെ മേൽ ദൈവിക ഇടപെടലുകൾ നടക്കട്ടെ. കർത്താവേ, ദൈവത്തിന്റെ വാഴ്ചത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിക്കണമേ. ചില നിമിഷങ്ങൾ ഞങ്ങൾ വചനത്തിനകത്തേക്ക് കടന്നു വന്നിരുന്നു. കർത്താവേ, വചനം ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവം ഇതിന്റെ ആഴങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്താട്ടെ, വിടുതലുകൾ അയക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി സന്തോഷത്തോടെ ഇരുന്നല്ല ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. ജോയിൻ ചെയ്യാനുള്ളവരെ കർത്താവ് വേഗത്തിൽ കൂട്ടിവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായി ഈ സൂം മീറ്റിംഗിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ പിന്നെ നിങ്ങൾ ഈ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ചർച്ചക്കാർക്ക്, നിങ്ങൾക്ക് അറിയുന്നവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഒക്കെ അയച്ചു കൊടുക്കുക. ജോയിൻ ചെയ്യാനുള്ളവരെ കർത്താവ് കൊണ്ടുവരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഡിസംബർ മാസത്തിലും കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ കൃപയാണ് നിന്നത്, ദൈവത്തിന്റെ കൃപയാണ് കർത്താവ് നടത്തുന്നത്. ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ആരോഗ്യത്തോടെ ഈ വൈകിയവേളയിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ദൈവം വലിയവനാണ്, കർത്താവ് വിശ്വസ്തനാണ്. ഒരു വേദഭാഗം ഒന്ന് വേഗത്തിൽ വായിച്ച് നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വചനത്തിന്റെ ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 27, 28, 29 വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 27, 28, 29 വേദഭാഗം ആരെങ്കിലും വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീദുപുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഉമ്പ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. മത്തായി സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 27, 28, 29 വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീദുപുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു വന്നു. ആമേൻ. അതാണ് പ്രാരംഭം വായിച്ച വാക്യം. അടുത്ത വാക്യത്തിനകത്ത് ഒരു പദമാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് എന്റെ അകത്ത് തന്ന ഒരു പദം. അടുത്ത വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു: അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. യേശുവിനെ പിന്തുടർന്ന ഈ കുരുടന്മാർ പുറകെ പോവുകയാണ്. യേശു ശുശ്രൂഷിക്കുന്നിടത്ത് അല്ലെങ്കിൽ യേശുവിന്റെ പുറകെ വിടുതലിന് വേണ്ടി ഇവര് ഓടി നടന്ന് ഇവര് പുറകെ പോകുന്നു. അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ യേശു എത്തിയ വീടിനകത്തേക്ക്, യേശു എത്തുന്ന വീട്ടിലേക്ക് ഇവരും ചെല്ലുന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ പുറകെ പിന്തുടർന്ന് യേശുവിന്റെ പുറകെ കുരുടന്മാർ കൂടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും യേശുവിന്റെ അടുക്കലേക്ക് കുരുടന്മാർ വന്നു. ഉടനെ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ? ഇന്ന് ഈ സൂം മീറ്റിംഗിനകത്ത് അല്ലെങ്കിൽ ഈ ഓൺലൈനിൽ നമ്മളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഡിസംബർ മാസത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇന്ന് ഇതേ ചോദ്യം കുരുടന്മാരോട് ചോദിച്ച അതേ ചോദ്യം യേശു അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ കഴിഞ്ഞ 11 മാസം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹല്ലേലൂയ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാകും നമ്മൾക്ക് പറയുവാനുള്ള
മറുപടി. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ ആയിരിക്കും കർത്താവെ എത്രയധികം ഞാൻ ഉപവസിച്ചെന്നറിയാമോ, എത്ര പ്രാർത്ഥിച്ചു എന്നറിയാമോ, എന്തുകൊണ്ട് എനിക്കിതുവരെയും മറുപടി കിട്ടിയില്ല, എനിക്കിതുവരെയും തടസ്സങ്ങളാണ്. ഇതൊക്കെയായിരിക്കും നമുക്ക് പറയുവാനുള്ള റീസണുകൾ, നമ്മൾ കൊടുക്കുന്ന ആൻസറുകൾ. പക്ഷെ ഇവിടെ ഈ കുരുടന്മാര് ഒറ്റ ആൻസറിൽ ഉത്തരം പറയാണ്, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഇതുപോലെ അകത്തൊരു ഭയങ്കര പ്രത്യാശയും ധൈര്യവും ഉറപ്പും നമുക്കുണ്ടാകണം. ഈ സൂമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവില് വളരെ ശാന്തമായി, നിങ്ങളോട് ഒത്തിരി ശാന്തമായി സംസാരിക്കുകയാണ്. ചില വിഷയത്തിനകത്ത് ദൈവത്തിൽ നിങ്ങൾ ആഴമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ആമേൻ, ചില വിഷയത്തിനകത്ത് ദൈവത്തിൽ നിങ്ങൾ ആഴമായ ഹല്ലേലൂയ വിശ്വാസം നിങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും എന്ന ഉറപ്പ് ഈ ഡിസംബർ മാസം നിങ്ങളുടെ അകത്ത് വർദ്ധിക്കട്ടെ. ആമേൻ. ഒന്ന് വായി തുറന്ന് പറഞ്ഞേ, ഇത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇത് ചെയ്യുവാൻ എന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടികളെ, ഞാൻ കരയുന്ന വിഷയത്തിന്റെ മറുപടികളെ, ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന വിഷയത്തിന്റെ മറുപടികളെ എന്റെ ജീവിതത്തിനകത്ത് തരുവാൻ എന്റെ ദൈവത്തിന്, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്, ഞാൻ സ്തുതിക്കുന്ന ദൈവത്തിന്, ഞാൻ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്, എന്നെ വിളിച്ചു വേർതിരിച്ച് എന്നെ ഇന്നുവരെയും ആക്കിയ ദൈവത്തിന് കഴിയുമെന്ന ഒരു ഉറപ്പ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തിന്റെ അകത്ത് ഈ ഉറപ്പ് ഡിസംബർ മാസത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുന്നേ, ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഹല്ലേലൂയ, എന്റെ വിശ്വാസത്തെ കർത്താവേ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആ വിശ്വാസം നിമിത്തം എന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾക്കോ, ആ വിശ്വാസം നിമിത്തം എന്റെ മേലുള്ള വിടുതലുകൾക്കോ യാതൊരു തരത്തിലെ തടസ്സങ്ങളും ഉണ്ടാകരുത്. ആമേൻ. ആമേൻ. എന്റെ ആമേൻ. അകത്ത് വിശ്വാസം. ഇവര് യേശുവിന്റെ പുറകെ നടക്കുകയാ. യേശുവിന്റെ പുറകെ ഇവര് പോവുക. യേശു പോയ വീടിനകത്തേക്ക് ഇവര് ചെന്നു. ഹല്ലേലൂയ. നമ്മളും ഒരു പരിധി വരെ ഇതേ അവസ്ഥയിലൊക്കെയാ. നമുക്ക് മീറ്റിംഗ് കിട്ടാവുന്നിടത്തൊക്കെ എവിടെങ്കിലുമൊക്കെ വിടുതലുകൾ കിട്ടുമോ എന്നറിയുവാൻ, ഹല്ലേലൂയ, എവിടെങ്കിലുമൊക്കെ വിടുതലുകൾ ഉണ്ടാവുമോ എന്നറിയാൻ നമ്മൾ എവിടെല്ലാം മീറ്റിംഗ് ഉണ്ടോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഹല്ലേലൂയ, നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന മീറ്റിങ്ങുകളെല്ലാം നമ്മൾ ഓടി പങ്കെടുക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അകത്ത് ഇത്രത്തോളമുള്ളൊരു ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ആരുവിനോട് പിണങ്ങരുതേ. ഹല്ലേലൂയ. അകത്തൊരു ഉറപ്പുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഡിസംബർ മാസത്തില് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ അടുത്ത ദൈവം അനുവദിച്ചാല് നമ്മൾ കാല് വെക്കാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തൊരു ഭയങ്കര ഉറപ്പുണ്ടാകണം. എന്റെ വിഷയത്തിനകത്ത് മറുപടി തരാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന ഉറപ്പ്, എന്റെ വിഷയത്തിനകത്ത് വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഈ ദിവസങ്ങളിലെല്ലാം എന്റെ പ്രാർത്ഥനാ വാചകങ്ങൾക്കകത്ത്, എന്റെ മെസ്സേജുകൾക്കകത്ത് ഞാൻ ഈ ഒരു ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാറുണ്ട്. അകത്ത വിശ്വാസം. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇവർക്ക് തിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ ഇവർക്ക് ആലോചിച്ച് നിൽക്കാനുള്ള ടൈം പോലുമില്ല. ഇവർക്ക് മറ്റൊന്ന് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇവർക്ക് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. ഹല്ലേലൂയ. ഇവര് പറയുക, ഉവ്വ് കർത്താവേ, ഹല്ലേലൂയ, നിനക്കെന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തോട്, ഇന്ന് രാത്രി ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട്, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് ഇങ്ങനൊരു ഉറപ്പിനെ കർത്താവ് തരികയാ. നിനക്ക് വേണ്ടി ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന്, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവത്തിന് എന്തോ ചെയ്യാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. കർത്താവേ, എനിക്കുറപ്പാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി എന്റെ ദൈവത്തിന്റെ കരത്തിലുണ്ട്. എന്റെ തലമുറയുടെ വിഷയത്തിന്റെ മറുപടി, ഹല്ലേലൂയ, എന്റെ സഭയുടെ വിഷയത്തിന്റെ മറുപടി, എന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മറുപടികൾ, ഹല്ലേലൂയ, ഇന്ന് എന്റെ ദൈവത്തിന് ഇതിന്റെ മറുപടി തരാൻ കഴിയുമെന്ന ഒരുറപ്പ്. 1 മിനിറ്റ് 2-3 മിനിറ്റുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചേ. അകത്തൊരു ഉറപ്പ് വർദ്ധിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ ഇന്ന് ഈ മിനിറ്റുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചിലർ ഈ മിനിറ്റുകളിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ ഒരുറപ്പിനെ കർത്താവ് തരികയാ. ഹല്ലേലൂയ. ചിലതൊക്കെ ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അതിന്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല, അതിന്റെ നേരം വൈകിട്ടില്ല. ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ഹല്ലേലൂയ, അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന ഉറപ്പ്. ഹല്ലേലൂയ. ഏത് വലിയ മല പോലെയുള്ള വിഷയമാണ്. അതുകൊണ്ട് പറയാം, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, ചെറിയ വസ്തുവിനോട് ഉപമിച്ച് പറയുന്നത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ മലയോട് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ചെറിയൊരു വിശ്വാസത്തിൽ ചില പ്രഖ്യാപനങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മേൽ കർത്താവ് അങ്ങനെ ഭയങ്കരമായ ഒരു വിശ്വാസത്തെ തുറക്കുകയാണ്. ആ ഭയങ്കരമായ ഒരു ഹല്ലേലൂയ ഒരു വിശ്വാസത്തെ, ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളെ ചെയ്യാൻ പരിശുദ്ധാത്മ പറയുന്നു. ഹല്ലേലൂയ. ഈ മിനിറ്റുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ, നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ നോക്കി ഹല്ലേലൂയ നിങ്ങൾക്ക് അങ്ങനെയൊന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എന്റെ കർത്താവിന് എന്റെ കരത്തിനകത്ത് തരാൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വിഷയം, ഞാൻ ആരാധിക്കുന്ന വിഷയം, ഞാൻ കണ്ണുനീരൊഴുക്കുന്ന വിഷയം, അതിനകത്ത് എന്റെ ദൈവത്തിന് മറുപടി തരാൻ കഴിയുമെന്ന് ഹല്ലേലൂയ നിങ്ങൾ വായിക്കൊണ്ട് ഇന്ന് രാത്രി കുരുടന്മാർ പറഞ്ഞതുപോലെ പറയൂ, കർത്താവേ നിനക്ക് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് സൗഖ്യം തരാൻ കഴിയോ? ഞങ്ങൾ നടന്നു വന്നത്, ഞങ്ങൾ നിന്റെ പുറകെ വന്നത് വേസ്റ്റായി പോകത്തില്ല. ഞങ്ങൾ വേസ്റ്റായി വന്നത് വെറുതെയായി പോകത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ വന്ന വിഷയത്തിന്റെ മറുപടി നിനക്ക് തരാൻ കഴിയുമെന്ന ഉറപ്പ്. സിസ്റ്ററെ, ആഴത്തിലുള്ള ഒരു ഭയങ്കര വിശ്വാസം വർദ്ധിക്കട്ടെ. ആഴത്തിലുള്ള ഭയങ്കരമായ ഒരു വിശ്വാസം. ചില വിഷയത്തിനകത്ത് കർത്താവിന് മറുപടി തരാൻ കഴിയുമെന്ന്, നിന്റെ വീടിനകത്ത് കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ആഴത്തിലുള്ള വിശ്വാസം. കർത്താവേന്ന് ആ കുരുടന്മാർ പറഞ്ഞതുപോലെ എനിക്ക് കർത്താവിനോട് ചോദിക്കുക, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിനക്ക് ഹല്ലേലൂയ എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ ദൈവത്തിന് നിങ്ങളുടെ ലൈഫിനെ തിരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ദൈവത്തിന് നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് വിശാലത കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഹല്ലേലൂയ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. സിസ്റ്ററെ, ആഴത്തിൽ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്ന ചില വിഷയത്തിനകത്ത്, ഈ ദിവസങ്ങളിൽ നീ സ്ട്രഗിൾ ചെയ്യുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന് ഒരു ഉറപ്പ് ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ജനത്തിന്റെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ മേൽ തുറക്കട്ടെ. ഓനിയാന്റി, ചില വിഷയത്തിനകത്ത് കർത്താവിന് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ഉറപ്പുകൾ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ കർത്താവേ, ഉറപ്പുണ്ടെന്ന് പറഞ്ഞേ വായികളെ തുറന്ന് നിങ്ങൾ ഇരിക്കുന്ന റൂമുകൾക്കകത്ത് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു തുടങ്ങാമെങ്കിൽ ആത്മാവിൽ വീഴാണ്ടി ദൈവത്തിന് എല്ലാം സാധ്യം. ഹല്ലേലൂയ. ഈ വചനം റിസീവ് ചെയ്യുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഈ വചനത്തെ സ്വീകരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയോ? എന്റെ പ്രതികൂലത്തിനകത്ത് അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയോ? ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്ത് വിടുതലുകൾ തരുവാൻ ദൈവത്തിന് കഴിയോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. ആമേൻ. ഇവരുടെ ഒറ്റ ചോദ്യമാ. ഹല്ലേലൂയ. പുറകെ നടന്നു വന്നതല്ലേ, നിങ്ങളെന്റെ പുറകെ വന്നതല്ലേ. ഹല്ലേലൂയ. എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിട്ടാണ് നിങ്ങൾ വന്നത്. എനിക്കിത് ചെയ്യാൻ കഴിയും. അപ്പൊ ഇവരുടെ അകത്തൊരു ഉറപ്പ് നോക്കിയേ. ഹല്ലേലൂയ. ഞങ്ങൾ പുറകെ നടന്നു പോകുന്ന ഈ മനുഷ്യന്, ഹല്ലേലൂയ, ഈ മനുഷ്യന്
ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, നീ ആരാധിക്കുന്ന ദൈവത്തിന്, നീ സ്തുതിക്കുന്ന ദൈവത്തിന്, നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്, നീ കണ്ണുനീരൊഴുക്കുന്ന ദൈവത്തിന് ഏത് വിഷയത്തിന്റെ അകത്താണെങ്കിലും മറുപടി തരാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. ഓൺലൈനിലൂടെ കാണുന്നവർ ഹല്ലേലൂയ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിനകത്ത്, നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇടപെടാൻ കഴിയോ? ദൈവത്തിന് നിന്റെ ലൈഫിനെ തിരിക്കാൻ കഴിയോ? ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയോ? ദൈവത്തിന് ഹല്ലേലൂയ പിശാച് ഒരുക്കുന്ന പദ്ധതികൾക്കകത്തു നിന്ന് നിന്റെ തലമുറകളെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയോ? ഹല്ലേലൂയ പിശാച് ഒരുക്കുന്ന പദ്ധതികൾക്കകത്തു നിന്ന് നിന്റെ കുടുംബത്തെ ദൈവത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പറ, കർത്താവേ നിനക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. എന്റെ വിഷയത്തിനകത്ത് എത്ര വലിയ പഴകിയ വിഷയമാണെങ്കിലോ, എത്ര വലിയ നാളുകളായ വിഷയമാണെങ്കിലോ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര നാളായ വിഷയങ്ങളാണെങ്കിലും, എത്ര പഴകിപ്പോയ വിഷയമാണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന് 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതാ യോബിന്റെ പുസ്തകത്തിനകത്തെ പദം. ഈ ദിവസങ്ങളിൽ അതിനകത്ത് ഒത്തിരി ശക്തമായ എന്നോട് കർത്താവ് സംസാരിച്ചൊരു പദമാ, നിനക്ക് സകലവും കഴിയുമെന്നും ഹല്ലേലൂയ നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. 42-ാം അധ്യായത്തിൽ യോബ് എഴുതി വെച്ചിരിക്കുകയാ. യോബ് പറയുന്നൊരു ഭാഗമാണ്, നിനക്ക് സകലവും കഴിയും. സകലവും തകർന്നു, ഇനി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കാലസമ്പൂർണനായി താൻ ഹല്ലേലൂയ മരിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇല്ല എന്ന് സകലവും എഴുതിയതാ, ഒട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരുന്നതാ. ഇനി ഇല്ലെന്ന സാഹചര്യവും സാധ്യതകളുമല്ല ഒരുപോലെ പറഞ്ഞതാ. ഹല്ലേലൂയ. സകലതും അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത് ഹല്ലേലൂയ ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഹല്ലേലൂയ പ്രവചനാത്മാവിൽ കൈമാറുന്നു. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവത്തിന് ചില വെളിച്ചങ്ങളെ ഹല്ലേലൂയ ഇരുളായി കിടക്കുന്ന ചില മേഖലകൾക്കകത്ത്, ഇരുളുപോലെ നിറഞ്ഞ ചില മേഖലകൾക്കകത്ത് കർത്താവിന് വെളിച്ചങ്ങളെ കൊണ്ടുവരുവാൻ കഴിയും. ഇന്ന് ആരുടെയൊക്കെയോ ലൈഫിന്റെ ഇരുളുകളെ കർത്താവ് എടുത്തു മാറ്റുകയാ. പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ഷാധാര പ്രഭാസേ ധേരിയ. ഈ മിനിറ്റുകൾ ഭയങ്കര അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നു. ഈ മിനിറ്റുകൾ ചില വിടുതലുകളെ കർത്താവ് ചെയ്യുന്നു. അല്ലെ നിങ്ങളുടെ ലൈഫിനകത്ത് വലിയ ദൈവപ്രവർത്തികളെ ഈ മിനിറ്റുകൾ കർത്താവ് അയക്കുകയാ. ചെയ്യാൻ കഴിയത്തില്ലെന്ന സാഹചര്യം പറയുന്ന ചില വിഷയം, നടക്കത്തില്ല എന്ന് നിന്റെ അവസ്ഥകൾ പറയുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അതിനൊന്ന് തിരുത്തുകയാ. ആരുടെയൊക്കെയോ ഭാവി തിരിയുന്നത് പോലെ ആരുടെയൊക്കെയോ ലൈഫിനകത്ത് ഭയങ്കര തിരിവുകൾ ഹല്ലേലൂയ ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തോ ആത്മാവ് അങ്ങനെ തന്നെ പറയുക. നിങ്ങളുടെ ഭാവികളിൽ ഭയങ്കര തിരിവുകൾ ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ചില വിഷയത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ഭയങ്കര കരം വെളിപ്പെടുന്നു. ഇരുളുപോലെ നിറഞ്ഞ ചിലരുടെ ലൈഫിനകത്ത് ഇരുളുപോലെ എനിക്കറിയത്തില്ല. ഈ കുരുടന്മാരുടെ അവസ്ഥകൾ നോക്കിക്കേ. നാളുകളായി വെട്ടം കാണാതെ ഹല്ലേലൂയ അവരുടെ അവസ്ഥ ഭയങ്കരമാ. ഹല്ലേലൂയ എങ്ങനെ ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ യേശുവിനെ പറ്റിയുള്ള വർത്തമാനം കേട്ടപ്പോ, യേശു സൗഖ്യമായ നാക്കുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോ, യേശു വിടുതൽ തരുന്ന ദൈവമാണെന്ന് എവിടുന്ന് അറിഞ്ഞപ്പോ യേശുവിന്റെ പുറകെ നടക്കുകയാ. എങ്ങനെങ്കിലും ഹല്ലേലൂയ ഒരു സൗഖ്യം വേണം, എങ്ങനെങ്കിലും ഇവർക്ക് വിടുതൽ വേണം. ഇവരുടെ അകത്ത് ഉറപ്പുണ്ട്, ഈ മനുഷ്യന്റെ അടുക്കൽ ചെന്നാൽ ഹല്ലേലൂയ ഞങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ട്, എന്റെ വിഷയത്തിന് വിടുതലുണ്ട്. ഇന്ന് ഞാൻ ദൈവജനത്തോട് ആത്മാവിൽ പ്രവചിക്കാം. നിന്റെ വിഷയം കാണണ്ടവന്റെ കണ്ണിൽ ചെന്ന് കഴിഞ്ഞ നിന്റെ വിഷയം പരിഹരിക്കേണ്ടവന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞ ആ വിഷയത്തിന്റെ പരിഹാരം
ഹൂഡാലബശന്തൽ പ്രഭാർദേരിയ. പ്രാർത്ഥിച്ച കർത്താവേ, ഹല്ലേലൂയ. എനിക്ക് ഉറപ്പാ നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ തീവ്രമായ ഒരു വിശ്വാസം, മിനിറ്റുകൾ ആരുടെയൊക്കെ മേൽ തീവ്രമായ ആഴത്തിലുള്ള ഭയങ്കര ഡീപ്പായ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡീപ്പായ ഒരു വിശ്വാസം, തീവ്രമായ ഹല്ലേലൂയ. ചില വിഷയത്തിനകത്ത് തീവ്രമായ സാഹചര്യം നിന്റെ നോക്കുമ്പോൾ 4 സൈഡിലും നിനക്ക് വിപരീതമാ സാഹചര്യം കൊണ്ട് ചിന്തിച്ചാൽ നാളെ ശമര്യയുടെ പടിവാതിക്കൽ ഒരു അത്ഭുതം പോലും നടക്കത്തില്ല. പക്ഷെ പ്രവചനത്തെ വിശ്വസിക്കുക, ഹല്ലേലൂയ, ദൈവപ്രവൃത്തിയെ വിശ്വസിക്കുക. ദൈവം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശമര്യം മുഴുവൻ വളഞ്ഞാലോ ദൈവത്തിന്റെ പദ്ധതി അതിനകത്ത് തുറക്കുവാൻ. സ്റ്റെഫി സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ. അടഞ്ഞ സാഹചര്യങ്ങളെ തുറക്കുവാൻ സ്വർഗത്തിന് കഴിയുമെന്ന് ഇന്ന് ആരൊക്കെയോ മേൽ കർത്താവ് രസധൽ പ്രഭാർദേരിയ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച തീവ്രമായൊരു വിശ്വാസം വർദ്ധിക്കട്ടെ. ആഴത്തിലുള്ള ഇവർക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ. ഹല്ലേലൂയ. ഉവ്വ് കർത്താവേ, ഞങ്ങൾക്കുറപ്പാ കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങൾക്കുറപ്പാ. ഹല്ലേലൂയ. ഇത് നിനക്ക് ഹല്ലേലൂയ ചെയ്യാൻ കഴിയോ? ഈ വിഷയം നീ മാത്രം ചെയ്താലേ ഇതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഞാൻ വേറെ എവിടെ പോയി നിന്നാലോ, ഞാൻ വേറെ എവിടെ പോയാലോ ഇതിനകത്ത് പരിഹാരം ഉണ്ടാകത്തില്ല. എന്റെ വിഷയത്തിന്റെ പരിഹാരം എന്റെ യേശുവിന്റെ സന്നിധിയാണ്, എന്റെ പ്രാർത്ഥനാ മുറിയാണ്. ഹല്ലേലൂയ. ആഴത്തിലുള്ളൊരു വിശ്വാസം നിങ്ങളില്, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ഇന്ന് രാത്രി ആരാധിക്കുന്നവരുടെ മേൽ ഭയങ്കര ഡീപ്പായ ഒരു വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ പറയാ, കഴിയുമെന്ന് വിശ്വസിക്കുന്നു. യേശു ചോദിക്കുക, കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. അവർ പറയാ, ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവരവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഇന്ന് നീ എന്താണോ വിശ്വസിക്കുന്നത് അത് നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. എത്ര വലിയ പ്രതിസന്ധിക്കകത്തും ആഴമായി കർത്താവിനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ആഴമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് ഈ മിനിറ്റിൽ ചിലത് ചെയ്യുവാൻ കഴിയും. ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവിന് തുറക്കുന്നല്ലോ. ഹല്ലേലൂയ. ഈശ്വരോട് പറയാണ്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. നീ എന്താണോ വിശ്വസിക്കുന്നത് അകത്ത് നെഗറ്റീവ് വാക്കുകൾ പറയാതെ ഇരിക്കുക. നിങ്ങളുടെ വാക്തത്വങ്ങളെ നോക്കി നിങ്ങൾ നെഗറ്റീവ് വാചകങ്ങൾ പറയാതെ ഇരിക്കുക. ഹല്ലേലൂയ. പോസിറ്റീവായ വാക്കുകളെ നിങ്ങൾ പറയുക. ഇന്നെന്തോ ആത്മാവ് ഡിസംബർ മാസത്തിൽ നിങ്ങളോട് പറയുക, ഹല്ലേലൂയ, ചില സമയത്ത് ചിലതൊക്കെ കാണുമ്പോൾ ഹല്ലേലൂയ ഞാൻ കേട്ട ദൈവ ശബ്ദം നടക്കുമോ എന്ന് പലപ്പോഴും ചിന്തിക്കും. പക്ഷെ ഹല്ലേലൂയ ഇത് കേൾക്കുമ്പോൾ പറയണം, ഹല്ലേലൂയ, ഇല്ല, എനിക്ക് ഉറപ്പുണ്ട്, കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ, ദൈവം എന്തെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കുമെന്ന് ഉറപ്പ്. യേശു അവരുടെ കണ്ണ് തൊട്ട് എന്നിട്ട് പറയാം, നിങ്ങളുടെ വിശ്വാസം പോലെ നാളുകളായി അടഞ്ഞിരുന്നത് അവരുടെ അകത്ത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൊണ്ട്, അല്ല അവരുടെ അകത്ത് വിശ്വാസം പറഞ്ഞപ്പോൾ
അത് തുറന്നെങ്കിൽ, എൻ്റെ മുൻപിൽ ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പറയാം, അടഞ്ഞു എന്ന് തോന്നുന്നത് നീ അകത്ത് വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ, നിങ്ങളകത്ത് വിശ്വാസത്തിന്റെ വാചകങ്ങൾ പറയുമ്പോൾ അത് തുറക്കും. ഉറപ്പുള്ളവർ മാത്രം കർത്താവിനെ കരമുയർത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, നിങ്ങൾ വിശ്വാസത്തിന്റെ വാചകങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, അതുകൊണ്ട് പറയുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്ത് ഹല്ലേലൂയ കർത്താവ് പോലും അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥനാമുറി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ഭയങ്കര വിശ്വാസം, പക്ഷെ പുറത്ത് സാഹചര്യങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ അകത്ത് വിടുതലുകൾ നടക്കുന്നില്ല? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എഴുതി വെച്ചത് പദമുണ്ട്, അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. ആമേൻ. അപ്പോൾ അവിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അവിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിന് ചില വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ഈ മിനിറ്റിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഈ മിനിറ്റിൽ നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. അവിശ്വാസത്തിന്റെ വാക്കുകൾ, അവിശ്വാസത്തിന്റെ ചിന്തകൾ എന്തെങ്കിലും അറിയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് വന്നുപോയത്, എന്തെങ്കിലും അറിയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് വന്നുപോയത്, 1, 2, 3 മിനിറ്റുകൾ കർത്താവേ അതൊന്ന് ക്ഷമിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ അതൊന്ന് ക്ഷമിക്കണമേ. ദയവായ മിനിറ്റിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദയവായി ആരും കാഴ്ചക്കാരായിരിക്കരുത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിശ്വാസത്താൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ, എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ മേൽ നടക്കേണ്ട വിടുതലുകൾക്ക് തടസ്സമായി തീരരുത് എന്ന് നിങ്ങൾ ഈ മിനിറ്റുകളിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പലയിടത്തും പറയുന്ന ഭാഗമാണ് ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന് വിശ്വാസത്തിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, വിശ്വാസത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിരിക്കുക. മത്തായി സുവിശേഷം അതുകൊണ്ട് പറഞ്ഞു, അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികളെ ചെയ്തില്ല. അപ്പൊ വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ സാധ്യതയുള്ളിടത്ത് പോലും നമ്മുടെ അകത്ത് വാഴുന്ന അവിശ്വാസം കൊണ്ട് ചിലത് ചെയ്യാൻ കഴിയാതെ പോകും. ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാതെ വരാറുണ്ട്, ചില ദൈവപ്രവർത്തികൾ നടക്കാതെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി 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 ശക്തമായി ശാന്തമായും നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഹല്ലേലൂയ ഒരു ഭയങ്കരമായ സാന്നിധ്യം നിങ്ങളുടെ അകത്ത് ഇറങ്ങി വന്ന ആത്മാവിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ അകത്തൊന്നുണ്ടാകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ വചനങ്ങൾ പഠിക്കുമ്പോൾ വിശ്വാസത്താൽ ചിലരെല്ലാം വിടുതലുകൾ അനുഭവിച്ച്. രക്തസ്രാവക്കാരിയായ സ്ത്രീയോട് ചോദിച്ചാൽ പറയും അവളുടെ അകത്ത് ഭയങ്കര വിശ്വാസമാണ്. യേശുവിന്റെ അടുക്ക ചെന്നാൽ, യേശുവിന്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന വിശ്വാസം, എനിക്ക് വിടുതലുണ്ടാകുമെന്ന ഒരു വിശ്വാസം. ഞാൻ പറയട്ടെ, നാളുകളായി നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനുകളെ മാറ്റുവാൻ കർത്താവ് നിന്റെ ശരീരത്തിനകത്ത് ഒരത്ഭുതം ചെയ്യാൻ പറ്റും, ഒരത്ഭുതം ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നാളുകളായി അടഞ്ഞു കിടക്കുന്ന വഴികൾ എനിക്ക് വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക. നാളുകളായി അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്തോ ആ പദം തന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ. ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുകയാ. നാളുകളായി അടഞ്ഞു കിടക്കുന്ന ചില വഴികൾ, അടഞ്ഞുപോയ ചില വാതിലുകൾ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി തുറക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിക്കുക. ശുശ്രൂഷകളിൽ ഒതുങ്ങിപ്പോയ ചിലത് ഹല്ലേലൂയ ഇന്ന് കർത്താവ് ശക്തമായി പുറത്തു കൊണ്ടുവരിക. വിശ്വസിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിജി ജോബി ആന്റി പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ആഴത്തിൽ ചില ശുശ്രൂഷകൾ കേട്ട ദൈവ ശബ്ദങ്ങളെ ആഴത്തിൽ വിശ്വസിക്കുക. കർത്താവിന് അതിശക്തമായി ഇനിയും നിർത്തുവാനുണ്ടെന്ന് ആത്മാവ് പ്രവചിക്കുക. നീ നിന്നതല്ല, ഇതുവരെയും നിന്ന രീതിയിലല്ല. കർത്താവ് അതിശക്തമായ ചില മേഖലകളില് ഈ ദിവസങ്ങളിൽ ഈ ഇയറിന്റെ എൻഡിങ്ങിനോടുള്ള ബന്ധത്തിൽ ഇയർ എൻഡിങ് മന്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയം ഈ ഡിസംബർ മാസത്തിൽ വളരെ ശക്തമായി ഈ ഡിസംബർ മാസത്തിൽ എടുത്തു പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടെന്ന് പരിശുദ്ധ തൊടുന്നല്ലോ. ആ വിഷയത്തിനകത്ത് കർത്താവിന്റെ ഭയങ്കരമായ കരമിറങ്ങുന്നെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. നീ ഡിസംബർ 1 മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങുകയാ. അതിന്റെ മറുപടികൾ ഈ ദിവസങ്ങളിൽ നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്ന ഹല്ലേലൂയ ഒരു സമയമുണ്ടെന്ന് ആത്മാവ് ഈ രാത്രി പ്രവചനാത്മാവിൽ കൈമാറുന്നു. ആഴത്തിൽ വിശ്വസിക്കുക. നടക്കത്തില്ലെന്ന സാഹചര്യം പറയുന്നത് കർത്താവിന് ചെയ്യാൻ കഴിയുമെന്ന് പരിശുദ്ധ ആത്മാവ് ഈ മിനിറ്റിൽ ഉറപ്പു തരുന്നു. കർത്താവ് ആരൊക്കെയോ ചിലർക്ക് ഇന്ന് ഉറപ്പ് തരികയാ. കർത്താവ് ആരുടെയൊക്കെയോ മേൽ ഇന്ന് ഭയങ്കര ഉറപ്പിനെ തരുന്നു. കർത്താവിന് ചെയ്യാൻ കഴിയുമെന്ന ഉറപ്പ്. നിന്റെ സാഹചര്യമോ നിന്റെ വീടിന്റെ അവസ്ഥകളോ നിന്റെ ഒരു കാര്യങ്ങളും നീ നോക്കണ്ട. നിന്റെ കയ്യിൽ എന്തുണ്ട് പറക. അതിനകത്തു വെച്ച് ഞാൻ ചിലത് ചെയ്യാം. ഈ ശാപകാലം മുഴുവനോ ഈ പ്രതിസന്ധിക്കകത്ത് നിനക്ക് ജയിക്കാനുള്ളത്, ഈ പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിൽക്കാനുള്ളത് ആ ഒറ്റ ഭരണിക്കകത്തു നിന്ന് ദൈവത്തിന് തുറക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക. ദൈവത്തിന് ചിലത് ചെയ്യാൻ. സ്റ്റെഫി ജയ് ആന്റി പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുന്നല്ലോ. കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പായി വിശ്വസിക്കുക. ഈ ഡിസംബറിൽ കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയും. ആണ്ടുകൾ കഴിയും മുൻപേ പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന ദൈവകരം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്നെന്ന്. ആണ്ടുകൾ കഴിയും മുൻപേ പ്രവൃത്തിയെ ജീവിപ്പിക്കുന്ന ദൈവകരം നിന്റെ വീടിനകത്ത് വെളിപ്പെടുന്നെന്ന്. ആ വചനം ഒത്തിരി ശക്തമായി കർത്താവ് സംസാരിക്കുന്നു. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ദൈവം ജീവിപ്പിക്കുമെന്ന ഉറപ്പ്. ആ പദം എഴുതിയിട്ട് പ്രാർത്ഥിച്ചോ. കർത്താവ് ഉറപ്പ് തരിക. നീ ആഴത്തിൽ ഡീപ്പായി വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ 1-2 മിനിറ്റുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആമേൻ. എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. ഇവർ ഈ കുരുടന്മാർ പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾ നിന്റെ പുറകെ വന്നത് വെറുതെയായി പോകത്തില്ല. ഞങ്ങൾക്കുറപ്പാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് വെറുതെയായി പോകത്തില്ല. ഞങ്ങൾ ഇവിടെ വരെ വന്നത് വെറുതെയായി പോകത്തില്ല. ഞാൻ പാടിയത് വെറുതെയായി പോകത്തില്ല. ഞാൻ ആരാധിച്ചത് വെറുതെയായി പോകത്തില്ല. ഞാൻ ഇറങ്ങി തിരിച്ചത് വെറുതെയായി പോകത്തില്ല. ഞാൻ നിന്നെ സഹിച്ചത് വെറുതെയായി പോകത്തില്ല. ഈ ദൈവത്തെ പ്രതി നിനക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച് നിനക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
കർത്താവ് നിനക്ക് മടക്കി തരുന്ന ഒരു സമയമുണ്ട്. ആമേൻ. കർത്താവ് നിനക്ക് മടക്കി തരുന്ന ഒരു സമയമുണ്ട്. ഹോ റസദല ജാലവശസ് ബ്രബേഗേരിയ. ഹാലേലുയ, 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 ഹാലേലുയ. നിങ്ങൾ ഇത് മിനിറ്റുകളിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ആഴത്തിലൊരു വിശ്വാസം എനിക്ക് വേണം, ആഴത്തിലൊരു വിശ്വാസം എനിക്ക് വേണം. ഹാലേലുയ. ചില വിഷയത്തിനകത്ത് ഡീപ്പായുള്ള വിശ്വാസം. ഹാലേലു. എനിക്കൊന്ന് തരണമേ, എന്നെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഹാലേലുയ. ചില വ്യക്തികളോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ അവരുമായി സംസാരിച്ചു വളരെ നെഗറ്റീവായ രീതിയിലാണ് ചില വാക്തത്വങ്ങളെ അങ്ങനെ പറയുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, നടക്കത്തില്ല, അതൊന്നും നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. നിന്റെ നാവ് കൊണ്ടോ നിന്റെ ചിന്ത കൊണ്ടോ അറിയാതെ പോലും ഒത്തിരി സ്നേഹത്തോടെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാ. അറിയാതെ പോലും നിന്റെ നാവിനകത്ത് ഹല്ലേലൂയ അവിശ്വാസത്തിന്റെ വാക്കുകൾ ഹല്ലേലൂയ ഉണ്ടാകരുത്. ചില വിടുതലുകൾക്കൊക്കെ ആരുടെയൊക്കെ മേല് ഇന്ന് കർത്താവ് ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക. ചില വിടുതലുകൾക്ക് തടസ്സമായി നിൽക്കുന്നത് നിന്റെ നാവിനകത്തുനിന്ന് വന്ന അവിശ്വാസം നിമിത്തം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞതുപോലെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാ? അവരുടെ അവിശ്വാസം നിമിത്തം. ചിലതൊക്കെ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പക്ഷെ ഹല്ലേലൂയ, എല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, വിടുതലുകൾ തരാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ നിന്റെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവിന് ഹല്ലേലൂയ ഏത് പ്രതികൂലത്തിനകത്തും നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എത്ര തകർന്ന വിഷയമാണെങ്കിലോ, എത്ര ഉടഞ്ഞുപോയ വിഷയമാണെങ്കിലോ, ഹല്ലേലൂയ എത്ര പൊട്ടിപ്പോയ വിഷയമാണെങ്കിലോ, ഇനി ജോയിന്റ് ആകത്തില്ല എന്ന എന്ത് സാഹചര്യം പറഞ്ഞാലോ ആത്മാവിൽ നിങ്ങൾ പറയണോ, ഇല്ല കർത്താവേ, ഇത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇത് ദൈവം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്നെന്തോ പരിശുദ്ധാത്മാവ് പറയുന്നു, പൊട്ടിപ്പോയ ചില ബന്ധങ്ങളെ ഹല്ലേലൂയ കർത്താവിന് ജോയിന്റ് ആക്കുന്നു യേശുവിന്റെ നാമത്തിൽ. നീ അകത്തു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചിലരുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് കർത്താവ് ചില അത്ഭുതങ്ങളെ ചെയ്യുകയാ. ആരാധിച്ച് പ്രാർത്ഥിച്ചാട്ടെ. 2-3 മിനിറ്റുകൾ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെയ്യുന്നു. ഓ റസ്മാനിയാലവ ശാന്തൽ പ്രഭന രാജാന്റി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയും. അടഞ്ഞു എന്ന് തോന്നിയാലും, പൊട്ടിയെന്ന് സാഹചര്യം പറഞ്ഞാലും, ചെതറിയെന്ന് സാഹചര്യം പറഞ്ഞാലും, അതിനെ സൈന്യമാക്കി എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അന്നമാന്റി വിശ്വസിക്കുക. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്ത് കർത്താവിന് ചിലത് ചെയ്യാൻ കഴിയും. നിന്റെ കരച്ചിൽ കാണുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നീ ആരാധിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ നിന്റെ കരച്ചിലുകളെ കാണുവാ, നിന്റെ നിലവിളികളെ കാണുവാ. സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എനിക്കറിയത്തില്ല, ആത്മാവിനോട് പ്രവചിക്കുന്നു, നിന്റെ മുഖം ഇനി വാടത്തില്ല. അറിയാത്ത ചില ദൈവപ്രവൃത്തികൾ ഈ മിനിറ്റുകളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ദൈവം ചിലത്. എനിക്കറിയാം, ശാന്തമായി വചനം ആരുടെയൊക്കെയോ ഹൃദയത്തിനകത്ത് കയറുന്നത് ഞാൻ കാണുന്നു. ശാന്തമായി വചനം ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ജെറിൻ സിസ്റ്ററെ ഒത്തിരി ശക്തമായി കർത്താവ് സംസാരിക്കുന്നു. ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അറിയാത്ത ചില ദൈവീക നന്മകളെ തുറന്നു തന്ന് നിന്റെ വീടിനകത്ത് ചിലത് ചെയ്യുവാൻ, തകർന്നെന്ന് പിശാച് പറഞ്ഞ സാഹചര്യത്തെ കർത്താവിന് പണിയുവാൻ കഴിയോ? ആരുടെയൊക്കെയോ ലൈഫിനകത്ത് കർത്താവ് ഭയങ്കരമായ ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി ദൈവികമായ
ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ചേ. ഈ കുരുടന്മാർ പറഞ്ഞാൽ കർത്താവേ ഉവ്വ ഒന്ന് പറഞ്ഞേ, കർത്താവേ കഴിയും, നിനക്ക് ചെയ്യാൻ കഴിയും അപ്പാ, നിനക്ക് ചെയ്യാൻ കഴിയും. എന്റെ ലൈഫിനെ ഒന്ന് പുതുതാക്കാൻ ദൈവത്തിന് കഴിയും. എന്റെ ആത്മീകത്തെ, ഹല്ലേലൂയ, എന്റെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഓ ശതലബസിയാദല. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആത്മാവിൽ നിങ്ങൾ ഈ മിനിറ്റുകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭ ഓ റസതൽ ബശതരിയ. കർത്താവിന് നിന്റെ ലൈഫിനെ തിരിക്കുവാൻ കഴിയും. നീ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ചില വിഷയങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ നീ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന് വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് ആത്മാവാലോചന കൈമാറുകയാ. നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ദിവസങ്ങളിൽ ആഴത്തിൽ ഡീപ്പായി കർത്താവിനെ ആഴത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അറിയാത്ത ചില ദൈവപ്രവൃത്തികളെ വ്യക്തിപരമായ ജീവിതത്തിന് അത് തുറക്കുവാൻ കർത്താവ് കഴിയുമെന്ന് ആത്മാ പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. 2-3 മിനിറ്റുകൾ പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. കർത്താവേ, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ വരുന്ന ദിവസങ്ങളൊക്കെ കർത്താവ് അനുവദിച്ച കാലത്ത് ഇതുവരെ ജീവിച്ചതുപോലെയല്ല, വിശ്വാസത്താൽ. എലിയാവേ, എന്ത് ധൈര്യത്തിലാ നീ പ്രവചിച്ചത്? അത് മനുഷ്യൻ പറയും, എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പ്രവചിച്ചത്, ഞാൻ പറഞ്ഞത് നടത്തി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന ഉറപ്പ്, എന്റെ ദൈവത്തിന് പറ്റുമെന്ന ഉറപ്പ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചിലരുടെയൊക്കെ നാളുകളായുള്ള വഴികളെ കർത്താവ് തുറക്കുകയാ. നാളുകളായുള്ള ചില വഴികൾ, വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നീണ്ട 10 വർഷമായി, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നീണ്ട 10 വർഷമായി ഒരു വിഷയത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കുന്ന ആരെയോ, യേശുവിന്റെ നാമത്തിൽ അവരുടെ മേലിന്ന് ഭയങ്കരമായ വിടുതൽ കർത്താവ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അവരുടെ മേൽ ഭയങ്കരമായ ദൈവപ്രവൃത്തി കർത്താവ് അയക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മിനിറ്റിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന് ആ വിഷയത്തിൽ മറുപടി തരാൻ കഴിയും. ഈ മാസം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ ദിവസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഈ ആണ്ട് പൂർത്തീകരിക്കുന്നതിന് മുന്നേ, ഈ ഡിസംബർ 31 മുന്നേ കർത്താവിന് ആ വിഷയത്തിനകത്ത് ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ, ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും. ലൈജു ബ്രദറെ, വിശ്വസിച്ചോ? ദൈവത്തിന് ഹല്ലേലൂയ ചിലത് ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടികളെ കൺമുൻപിൽ തുറക്കുവാൻ കർത്താവിന് കഴിയും. ലൈജു ബ്രദറെ, വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടികളെ ഹല്ലേലൂയ കൺമുൻപിൽ തുറക്കുവാൻ കർത്താവിന് കഴിയോ? നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആഴത്തിലുള്ള വിശ്വാസം ഇവരുടെ മേൽ വർദ്ധിക്കട്ടെ. വിശ്വാസത്താൽ ഇവർ ചിലതിനെ കൈവശമാക്കട്ടെ. സൂസനാന്റി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ അകത്തു വ്യാപരിക്കുന്ന വിശ്വാസത്താൽ നീ ചില വാഗ്ദത്തങ്ങളെ പിടിക്കുമെന്ന് ആത്മാവാലോചന കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ. സാഹചര്യങ്ങളും സാധ്യതകളും ഇല്ലെന്ന് പറയുന്നതിനെ നീ ആത്മാവില് ഹല്ലേലൂയ നീ പിടിക്കുന്ന ഒരു സീസൺ കർത്താവ് നിന്റെ കുടുംബത്തിനകത്ത് തുറക്കുകയാ. നാളുകളായി എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, നാളുകളായി നിലവിളിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ നീതി വെളിപ്പെടുന്നു. കർത്താവിന്റെ നീതി വെളിപ്പെടുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. ആന്റി വിശ്വസിക്കുക. ആഴത്തിൽ ഈ മിനിറ്റുകളിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് ചിലത് തുറക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ വീടിനകത്ത് ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനിപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോൾ വിശ്വസിക്കുന്നത് കർത്താവ് അത് ഈ മിനിറ്റ് ചെയ്തു തരികയാണ്. സുനിൽ ചാ വിശ്വസിക്കുന്നു. ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ കർത്താവ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ മേഖലയിൽ ഒരു ഭയങ്കരമായ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുന്നു. ചില ശൂന്യതകൾ ഈ മിനിറ്റിൽ വഴിമാറുന്നു. ചില ശൂന്യതകൾ ഈ മിനിറ്റിൽ മാറിപ്പോകുന്നു. ഓ ഹല്ലേലൂയ. വിശ്വസിച്ചേ. ചില ശൂന്യതകൾ നാളെ മുതൽ എന്റെ വീടിനകത്ത് ശൂന്യതകൾ ഉണ്ടാകത്തില്ല. ഓ വിശ്വസിക്കാമോ? അങ്ങനെ വിശ്വസിക്കാമോ? പ്രാർത്ഥിക്കാമോ? കർത്താവ് എന്റെ ജോലി മേഖലകൾക്കകത്ത് കർത്താവ് ഭയങ്കരമായ ഒരു ദൈവപ്രവൃത്തി അയക്കുന്നു. ചിലരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കർത്താവ് വഴി തുറക്കുക. ചില ജോലികളുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവ് വഴി തുറക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് വഴി തുറക്കുന്നു. കർത്താവെ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അകത്താഴത്തിലുള്ളൊരു വിശ്വാസം വർദ്ധിക്കട്ടെ. ഇവരുടെ അകത്താഴത്തിലുള്ളൊരു ഡീപ്പായ വിശ്വാസം കർത്താവെ, ചില മലകളെ നീക്കുവാൻ ഇവരുടെ വിശ്വാസത്തിന് കഴിയട്ടെ. മുന്നിൽ നിൽക്കുന്ന ചില പർവ്വതങ്ങളെ ആമേൻ ഇവരുടെ വിശ്വാസം കൊണ്ട് ഹല്ലേലൂയ ഇവർ ജയിക്കട്ടെ. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയ ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ ദാസിയെ ബലപ്പെടുത്തണമേ. വിശ്വാസത്താൽ ചിലത് പ്രാപിക്കട്ടെ. കർത്താവെ, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചതുപോലെ ഹല്ലേലൂയ. റാസ്മന ചാലബന്തുരി. ഓ, എന്തോ പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവചിക്കുന്ന ആന്റി. വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചതുപോലെ ഹല്ലേലൂയ. സാധ്യതകളും സാഹചര്യങ്ങളും അടഞ്ഞപ്പോഴും വിശ്വാസത്താൽ 100ാമത്തെ വയസ്സിൽ താൻ പ്രാപിച്ചതുപോലെ നിന്റെ അകത്തെ വിശ്വാസത്താൽ ചിലത് കൈവശമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ ഹോൾഡ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ നീ ഹോൾഡ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യണമേ. വിടുതലുകൾ അയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമയുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ